ഓം പരാശക്തിയേ നമ. ഒരു ധനികൻ, രാപകൽ ജോലി, വലിയ ടെൻഷനുമുണ്ട്. ഡോക്ടറെ കണ്ടു. മരുന്ന് കഴിക്കാനും കർമ്മമേഖലയിൽ നിന്ന് പിന്മാറാനും വിശ്രമിക്കാനും ഡോക്ടർ പറഞ്ഞു. പക്ഷെ അതൊന്നും അയാൾക്ക് പ്രയോജനപ്പെട്ടില്ല. ഉറക്കവും നഷ്ടമായി. അങ്ങനെ തളർന്നിരിക്കുമ്പോൾ ധനികൻ ഒരു യോഗിയെക്കുറിച്ച് കേട്ടു. തിരക്കിറങ്ങി ചെന്നെത്തിയത് വിജനമായ മഞ്ഞുമൂടിയ ഒരു ഗുഹയിൽ. അവിടെ നഗ്നനായി ധ്യാനിച്ചിരിക്കുന്ന മുനി. ചുറ്റിനും മഞ്ഞ്. ധനികൻ ചെന്നപ്പോൾ മുനി കണ്ണു തുറന്നു. അരികിലിരിക്കാൻ ആംഗ്യം കാണിച്ച് വീണ്ടും സമാധിസ്ഥനായി. 3 ദിവസം നീണ്ടു നിന്നു ആ അവസ്ഥ. മുനിയിൽ നിന്നും മറുപടി ലഭിച്ചേ മടങ്ങൂ എന്ന നിശ്ചയത്തിൽ ധനികൻ തണുപ്പിൽ ആഹാരവുമില്ലാതെ കാത്തിരുന്നു. 3-ാം നാൾ അദ്ദേഹം കണ്ണു തുറന്നു. മുനി പറഞ്ഞു, മടങ്ങിപ്പോകൂ, ജോലി ഉപേക്ഷിക്കൂ, വിശ്രമിക്കൂ, ആനന്ദിക്കൂ. ധനികൻ സന്തോഷത്തോടെ വീട്ടിലേക്ക് മടങ്ങി. ഈ വിവരമറിഞ്ഞ് സുഹൃത്തുക്കൾ എത്തി. സന്തോഷവാനായിരിക്കുന്ന ധനികനെ കണ്ടപ്പോൾ അതിൻ്റെ രഹസ്യം അവർ തിരക്കി. മുനിയുടെ ഉപദേശത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു. സുഹൃത്തുക്കളും ഡോക്ടറും ചോദിച്ചു, ഇത് തന്നെയല്ലായിരുന്നു ഞങ്ങളും പറഞ്ഞിരുന്നത്? ധനികൻ പറഞ്ഞു, ശരിയാണ്, നിങ്ങൾ പറഞ്ഞത് അതേ വാക്കുകൾ തന്നെ. പക്ഷേ അത് ശരിയായ സദ്ഗുരുവിൽ നിന്നും കേട്ടപ്പോൾ അതെന്നിൽ ഫലിച്ചു. ഇക്കഥ പറഞ്ഞിട്ട് അമ്മ അരുളി, അനുഭൂതി സമ്പന്നനായ ഗുരുവിനെ യഥാർത്ഥ പരിവർത്തനം ശിഷ്യനിൽ ഉണ്ടാക്കാൻ സാധിക്കൂ. നമഃശിവായ. അമ്മയെപ്പോലെ ഒരു സദ്ഗുരുവിനെ കിട്ടിയ നമ്മൾ എത്ര ഭാഗ്യം ചെയ്തവർ.